എല്ലാ മരണ വീടുകളിലും പാടുന്നൊരു പാട്ടാണ് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എല്ലാ മരണ വീടുകളിലും നമ്മൾ പാടാറ്, ഞാനും പാടാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ മനോഹരമായ വരികളാണ്. അതൊരു ജർമ്മൻ സായിപ്പാണ് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പേര് നാഗൽ എന്നാണ്. ആ പാടിയ പാട്ട് സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനാൽ ഞാൻ ബന്ധപ്പെട്ടു ഓടിയിടുന്നു. മരിച്ചു കിടക്കുന്ന ആളല്ല പാടുന്നത്, ഞാൻ പാടേണ്ടതാണ്, നമ്മൾ പാടേണ്ടതാണ്. കാര്യം നമ്മുടെ ജീവിതം നമ്മൾ ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ പാട്ട് പാടണ്ടേ. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണെന്നറിയാം, ഒരു സിനിമയ്ക്കകത്തൊരു പാട്ട് കിട്ടാൻ വേണ്ടി ഈ പാട്ടൊരു പുള്ളി ഇഞ്ഞെടുത്തു. എന്നിട്ട് വയലാർ രാമവർമ്മ എന്ന് പറയുന്ന ഒരു മഹാനായ പാട്ട് എഴുത്തുകാരൻ, അദ്ദേഹം ഇതിൻ്റെ വരികൾ എഴുതി കൊടുത്തു. പക്ഷേ വരികൾ അങ്ങ് മാറ്റി. വരികൾ മാറ്റിയിട്ട് അദ്ദേഹം എഴുതി വെച്ചു, സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, പിന്നെ എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയേ പോകുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെന്തക്കോസ്തുകാരുടെ അടക്കത്തിന് പോയപ്പോഴും ആംബുലൻസ് ഇട്ടേക്കുന്ന പാട്ട് ഇതാണ്, ഞാൻ എന്നെ സ്വദേശം കാണുന്നതിന് വേണ്ടി തനിയേ പോകുന്നു എന്ന് പറഞ്ഞ് ഈ ബോഡി പറയുകയാണ് ഞാൻ പോകാമെന്ന്. അപ്പോൾ എത്രമാത്രം വികലമാക്കിയത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. പിന്നെ വയലാർ രാമവർമ്മ നല്ല മനുഷ്യനായിരുന്നെങ്കിലും എഴുതി വെച്ചത് വിവരക്കേടാണ്, ശുദ്ധ വിവരക്കേട്. അപ്പം പക്ഷേ ഇത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിയെന്ന് കൂടെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ജീവിതത്തിൽ ഈ വിവരക്കേട് പാടാൻ തോന്നുന്നില്ല. ഈ നാഗൽ സായിപ്പ് കുന്നംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണ്. ആ സമയത്ത് ജയിൽ മിനിസ്ട്രിക്ക് ഭയങ്കര പ്രാധാന്യമായിരുന്നു. അങ്ങനെ പരവൂർ സെൻട്രൽ ജയിലിൽ ഇദ്ദേഹം സുവിശേഷം പറയാൻ വേണ്ടി കടന്നുപോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു കുറ്റവാളിയെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു വലിയൊരു കൊലപാതകം നടത്തിയിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി വിധിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തെ കണ്ടുമുട്ടി. അപ്പം നാഗൽ സാഹിബ് ഇങ്ങനെ സുവിശേഷം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ, ഈ പറഞ്ഞ സുവിശേഷം ഒരു 10 വർഷം മുമ്പ് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്യത്തില്ലായിരുന്നു. അപ്പം നാഗൽ സാഹിബ് ഇത് കേട്ടിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, നിങ്ങളെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും. ഇനി വധശിക്ഷയാണ് നടപ്പാക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും പേടിക്കണ്ട, നിങ്ങളുടെ മരണത്തിനപ്പുറത്തും നിങ്ങളുടെ കൂടെ വരാൻ കഴിയുന്ന യേശുവിനെ കുറിച്ചുള്ളതാ സുവിശേഷം. നമ്മളറിയാം, എന്നെ എല്ലാവരും നമ്മളെ സ്നേഹിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലറയുടെ അവിടെ ചെല്ലുമ്പോൾ എത്ര സ്നേഹം ഉണ്ടെങ്കിലും ബൈ പറഞ്ഞല്ല പറ്റൂ. കല്ലറയുടെ അപ്പുറത്തും കൂടെ വരും, ഞാനും വരുക എന്നൊക്കെ ചുമ്മാതെ ബോഡി ഇരിക്കുമ്പം ഭാര്യയൊക്കെ പറയും. പക്ഷേ ഏതെങ്കിലും ഭാര്യമാർ കൂടെ ചാടിയിട്ടുണ്ടോ? ഇല്ല, പറച്ചിലേ ഉള്ളൂ, അങ്ങനൊന്നും ആരും ചാടത്തില്ല. മരണത്തിനപ്പുറത്ത് ആരും നമ്മുടെ കൂടെ വരില്ല. പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത മരണത്തിനപ്പുറത്തും നമ്മുടെ കൂടെ വരാൻ കരുത്തുള്ളവനാണ്. അപ്പോൾ ഈ സുവിശേഷം ഇങ്ങനെ പങ്കുവെച്ച് അദ്ദേഹം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം സെല്ലിൽ കടന്നപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് അപാരമായ സമാധാനം, അപാരമായ സന്തോഷം, ബൈബിൾ വായന, പ്രാർത്ഥന. എന്നാൽ കോടതി വിധിച്ചല്ലേ, അത് അവർ മാറ്റത്തൊന്നുമില്ല. അങ്ങനെ വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസം ഇദ്ദേഹത്തെ കൊലമരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടു ചെന്നിട്ട് ചോദിച്ചു, അവസാനത്തെ ആഗ്രഹം ഞാൻ ചോദിച്ചു. അതെല്ലാം കൊണ്ടുവരുമ്പോൾ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി വരുമ്പോൾ പ്രതിയോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ലാസ്റ്റത്തെ ആഗ്രഹം? അദ്ദേഹം എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ പിള്ളേരെ കാണണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പ്രതീക്ഷയില്ലാതിരുന്ന എന്നെ യേശുവിലേക്ക് നയിച്ചൊരു മനുഷ്യനുണ്ട്, ആ സായിപ്പിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് വാഹനം പുറപ്പെട്ടു. നേരെ ഇദ്ദേഹത്തെ നാഗൽ സാഹിബിനെയും വിളിച്ചുകൊണ്ട് നേരെ പരവൂർ സെൻട്രൽ ജയിലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന ശേഷം നാഗൽ സാഹിബ് അകത്തോട്ട് കയറുന്നത് ഹൃദയം തകർന്നാണ്. കാര്യം എന്തുമായാലും സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും മരിക്കാൻ പോവല്ലേ, അവിടെ തകർന്ന അകത്തോട്ട് കയറുകയാണ്. ഇദ്ദേഹത്തിന് അടുത്തോട്ട് ചെന്നപ്പോൾ നാഗൽ സാഹിബിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രതിയുണ്ടല്ലോ, കൊടും കുറ്റവാളി, വധശിക്ഷയ്ക്ക് വേണ്ടി നടപ്പാക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയിരിക്കുന്ന മനുഷ്യൻ നാഗൽ സാഹിബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കണ്ടെന്ന്. നാഗൽ സാഹിബ് ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണുകളിൽ ഒരു തുള്ളി ജലം പോലും, എന്ന് പറഞ്ഞ ഒരു തുള്ളി കണ്ണീര് പോലും ഇല്ല. ഹൃദയത്തിൽ ഭയം തോന്നുന്നില്ല, കണ്ണുകളിൽ ഭയമില്ല, മറിച്ച് കണ്ണുകളിൽ തേജസ്സാണ്, കണ്ണുകൾ മിന്നുകയാണ്. എന്നിട്ട് ഈ പ്രതിയുണ്ടല്ലോ, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ നാഗൽ സാഹിബിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്,
പേടിക്കണ്ട, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരാൻ. എന്നിട്ട് 2 കരവും സ്വർഗ്ഗത്തിലേക്ക് ഇദ്ദേഹം പറഞ്ഞു, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാഗൽ സാഹിബ് കേട്ടു, അദ്ദേഹത്തെ പ്രതി അവിടുന്ന് കൊണ്ടുപോയി. മരിച്ചുപോയല്ലേ, രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അപ്പം നാഗൽ സാഹിബിൻ്റെ ഹൃദയത്തിനകത്ത് ആ നിരാശ മാറിയിട്ട് പ്രത്യാശ കയറാൻ തുടങ്ങി. എന്താണ് ആ പ്രതി പറഞ്ഞേ? മരണത്തിന് തൊട്ട് മുമ്പ് പറയാണ്, ഇനി അല്പസമയം കൂടെ കഴിയുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനെ കാണും. ഈ പ്രതീക്ഷയോടെ ആ പ്രതി പറഞ്ഞ വരികൾ എഴുതി വെച്ചു. ആകെ അല്പകാലം മാത്രം എൻ്റെ യാത്ര തീരാൻ, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. അതിൻ്റെ കൂടെ ബാക്കി വരികളും കൂടെ അദ്ദേഹം പൂരിപ്പിച്ചു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ബന്ധപ്പെട്ടോടിയിടുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, മരണം വരെയുള്ള പ്രതീക്ഷ തരാൻ ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. പക്ഷെ മരണത്തിനപ്പുറത്തുള്ളൊരു പ്രതീക്ഷയ്ക്ക് ഒരു വഴിയുമില്ലാതിരിക്കുമ്പോ മരണത്തിനപ്പുറത്തും കരം പിടിച്ചു നടത്താൻ കഴിവുള്ള ഒരുവനെ ഈ കൺവെൻഷന്റെ 2ാം രാത്രി ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അവന്റെ പേരാണ് നസറേയനായ യേശു ക്രിസ്തു.